आर्न क्या? हाँ बोलो बोलो। शीतल है, मेरा नाम शीतल है। क्या आवश्यक है? हेलो वेट करो മണ്ടോ ഒന്നുകൂടെ അതെ ഇവിടെ പറഞ്ഞാണ്. അതെ ഡ്രസ്സിനോ ഹിന്ദിയാണ്. എന്തുട്ടോ പറഞ്ഞു നോക്കത് ഹിന്ദിയാണെന്ന്. എന്തിനും പറയാറുണ്ട്. അവനോട് ഒരു മിനിറ്റ് 1 മിനിറ്റ്. പോലീസൊക്കെ പറഞ്ഞു. പോലീസാ എന്താ ചോദിച്ചു നോക്കിയേ. ഹിന്ദിയാണെന്ന്. ഹിന്ദി ആർക്ക്? അതെ ഹിന്ദിയിൽ എന്താ പറയണ്ട? എനിക്കും ശരിക്കും शीतल मेरा ब्रदर इन लॉ, बिजनेसमैन इन केरला. बोले ठीक है. मेरा बोलिए शीतल का बोलिए सर. ठीक है सर. ठीक है. എന്തുട്ടാ മണ്ടു ആകെ പ്രശ്നമായല്ലോ. അളിയനെ ആരെങ്കിലും വല്ല പാർസൽ അയച്ചിട്ടുണ്ടാ? പിന്നെ നമുക്ക് ഇതിന്റെ പാർസൽ വരാനല്ലേ ഡ്രസ്സിന്റെ. ആകെ പെട്ടിരിക്കയാണ്. ഇതിപ്പോ ഡൽഹി പോലീസ് CI വിളിച്ചത്. അളിയന് വന്ന പാർസൽ അവിടെ പരിശോധിച്ചപ്പോ അതില് MDMA പിടിച്ചെന്ന്. മയക്കുമരുന്നാണ്. അപ്പൊ അളിയൻ വെർച്വൽ അറസ്റ്റിലാണ്. എന്തുട്ടി പറഞ്ഞത്? ആകെ പ്രശ്നമാണ്. അകത്ത് പോയി ഏത് നിമിഷവും പോലീസ് വരൂടാ. നമ്മ അറിഞ്ഞില്ലെങ്കിലും ഇടയെന്നൊക്കെ ആളുകൾ കേറ്റാണ്. ഇപ്പൊ MDMA പിടിച്ചേക്കണ. വെട്ടം കാണൂല അളിയ ഇനി ആയുസില്. ഏത് നിമിഷവും പോലീസ് വരും. ഇവിടെ നിക്കല്ല, അകത്തോട്ട് കേറിപ്പോ. അത് മയക്കുമരുന്ന് കച്ചവടമാണെന്ന്. എന്റെ മണ്ടു നീ പോയി എന്താണ് സത്യം ചോദിക്ക്. എന്റെ ദൈവമേ, കൊറേ ദിവസമായി കോംബോ എന്ന് പറയണു. മയക്കുമരുന്നും തുണിയും അതായിരിക്കും അളിയന്റെ കോംബോ. കസവുമുണ്ടും സിൽക്കിന്റെ ഷർട്ടും ഇട്ട് നിക്കണണ്ടപ്പ ഞാൻ ഓർത്താണ്. എന്റെ ദൈവം, ഈ നേരത്തെ തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിയല്ല. യെസ് ചെയ്യാണ്ട്. जी हाँ अभी करेगा सर, अभी करेगा. ഓക്കെ സർ, ഓക്കെ. അളിയ ഇപ്പൊ അവിടുന്ന് വിളിക്കും CI. എന്ത് ചോദിച്ചാലും സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഞാൻ ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ അവര് കയ്യോടെ പിടിച്ചേക്കാണ് തൊണ്ടി മുതല്. അളിയ ഞങ്ങളോടും നാട്ടുകാരോടും പറയണ പോലെ അവരോടും നുണ പറയാൻ നിൽക്കരുത്. ഞാൻ എന്തൊട്ട് പറഞ്ഞുള്ള കാര്യല്ലേ പറഞ്ഞ. ഇപ്പൊ അളിയന്റെ പേരിൽ വന്ന പാർസലിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത്. ആണോ? അങ്ങനെയാണെന്നാണ് അവര് പറയണത്. ഇത് എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? നീ എന്തൊന്നും അറിയാത്ത മാതിരി സംസാരിക്കണ. ഏതായാലും അളിയനകത്താണ്. ഈ നുണയും കൂടി പറഞ്ഞിട്ട് അതിന്റെ ശിക്ഷയും കൂടി ഏറ്റുവാങ്ങണ്ട. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി 10-20 കൊല്ലം കൊടുക്കും. അപ്പൊ അളിയന് 10-75 വയസ്സാവും. നമ്മളിവിടുന്ന് പോണില്ലല്ലോ. എവിടേക്ക് പോണ്ട, അവര് വന്ന് കൊണ്ടുപോയിക്കോളും. സമയമായി വിളിക്കുമ്പോ ഇപ്പൊ അളിയനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതിന്റെ മുമ്പിൽ പെടാൻ നിൽക്കണ്ട. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു മയക്കുമരുന്ന് വെച്ചോട് ഇതുവരെ ഇല്ല. അളിയൻ എന്താണ്ടായെന്ന് വെച്ചാൽ അങ്ങോട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞു. അളിയൻ എനിക്കറിയാലോ. ഞാൻ അളിയൻ വല്ല സംഭവം ചെയ്തിട്ടുണ്ടാ. അളിയ അതിന് നമ്മുടെ മുമ്പിൽ ഇപ്പൊ അളിയൻ പെട്ട്. അളിയൻ ഏതായാലും അകത്താണ്. ഇനി അതിന്റെ മുമ്പിൽ വന്ന് ഞങ്ങളും കൂടി പെടണ. അല്ല വേണ്ടെന്ന് ഹിന്ദി പറയുമ്പോ എനിക്കറിയില്ല. അളിയ അവര് മലയാളം അറിയാവുന്ന ആളെയും കൂടി ഇരുത്തിയിട്ടുണ്ട്. അളിയൻ പറയണ അവര് തർജ്ജമ ആൾക്കാരന് കാണാൻ പറ്റുമോ? പിന്നെ കാണാൻ പറ്റില്ലേ? അളിയൻ അവർക്കും കാണാം. ഇത് വെർച്വൽ അറസ്റ്റാണ്. എന്റെ മണ്ടു ഇതിന് പരോള് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ കാര്യം ഒരു ധൈര്യത്തിൽ എന്റെ കൂടെ നിൽക്കുമ്പോണ്ടോ നീ? അങ്ങനെ നിൽക്കാൻ പറ്റില്ല അളിയ. ഇത് MDMA ആണ് പിടിച്ചേക്കണത്, തുണിയല്ല. അതെ അവര് വിളിക്കുന്നുണ്ട്. ഹലോ സർ, ऑलरेडी सेट कॉल करो शीतल आया कॉल करो.
ठीक है सर നീ ഒന്ന് നിക്ക് അളിയ ഇത് വെർച്വൽ അറസ്റ്റ് ആണ്. അളിയനെ അറസ്റ്റ് ചെയ്ത് ഇത് ചോദ്യം ചെയ്യലാണ്. ഇവിടെ ആരും നിക്കരുത്, നിങ്ങൾ ഒറ്റക്ക് കിട്ടണമെന്നാണ് അവര് പറയണത്. അതെ ഞാൻ മാറാൻ പറ്റുമോ? മാറാൻ പറ്റില്ല. അവര് ചോദ്യം ചെയ്യുമ്പോൾ അളിയൻ സത്യസന്ധമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലേ. ചെയ്തു പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരോട് കാല് പിടിച്ച് പറ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു 10-30 കൊല്ലം തടവ് കിട്ടേണ്ട ഒരു കേസ് റെഡിയാണ്. കുഴപ്പമില്ല, അത് പെട്ടെന്ന് പോവൂലേ കണ്ണടച്ചു തുറക്കണേന്. ഞാൻ മുങ്ങണ് ഇല്ല ചോദ്യം വന്നേ ഇവിടെ നിക്കതേ വിളിക്കും. ഞാനിവിടെ നിക്കാൻ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അവര് പറഞ്ഞില്ലേ. എല്ലാവരെയും കൂടി കൊണ്ടുപോണ നീ പോയ പുറത്തോട്ട് ഒരു 10 കണ്ണി കണ്ടത് ചെയ്തു വെച്ചിട്ട് എണീറ്റ് ഓടരുതട്ടാ. പോലീസല്ല. ഹലോ हाय शीतल, സാർ. मेरा नाम मनमोहन सिंह, मैं दिल्ली पुलिस का सर्कल इंस्पेक्टर हूँ. तुम्हारे नाम में एक कंप्लेन मिला है. तुम्हारा वो कपड़े का लोड है, उसके अंदर एमडीएमए मिला है. वो गाड़ी सब कुछ इधर है. तुम्हें समझा मैं क्या बोला? नहीं सर, हिंदी मालूम है? हिंदी नहीं इല്ല. You know English? You know? English ഇല്ല സാറേ. You don't know English? No, do. So you Madrasi? മദ്രാസ് ഇവിടുന്ന് ഒരു കുറച്ചും കൂടി ദൂരമുണ്ട്. ഇത് കേരളാണ്. കേരള മദ്രാസി. കേരള മദ്രാസി. കേരളം മലയാളി. നീ വെള്ളം ഉണ്ടാക്കല്ലേ. ओके शीतल, मैं तमिल में बोलेगा. तमिल मालूम है? ഹിന്ദി പോയി നോക്കിയാലോ. നമ്മളങ്ങാടി എന്നാകെ പ്രശ്നമാകും. शीतल, നിങ്ങൾ കേരളത്തിൽ இந்த ഡ്രസ് വ്യാപാരം നടത്തുന്ന ആള്? അതെ സാറേ, നമുക്ക് ഡ്രസ്സിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് നിങ്ങളുടെ இந்த ഡ്രസ്സിന്റെ ലോഡ് വന്നതിന്റെ ഉള്ളില് മയക്കുമരുന്ന്, ഹെവി മയക്കുമരുന്ന്, അതായത് MDMA അതിനുള്ളിൽ കൂടി നിങ്ങൾ കടത്തി പാകിസ്ഥാനിലേക്ക് വിടാൻ ശ്രമിച്ചു. പാകിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ട്. സ്വാമി അല്ല സാറേ, അങ്ങനെ ഒരു പരിപാടി നമുക്കില്ലാന്ന് പറഞ്ഞേ. ശീതൽ സാറേ, நீங்கள் കേരളാവിൽ ജൗളി വ്യാപാരം പണുന്ന ആള്. ഞാൻ തുണിയുടെ പരിപാടിയാണ്. அதுதான் ஜவுளி. உங்கள் ஒரு லோடு அங்க டெல்லியில இருந்து கேரளாவிലേക്ക് ஒரு லோடு ட்ரெஸ் அனுப்பி இருக்கா? yes or no? बोलो yes or no बोलो. ஆமா தானா? അതെ, ഞാൻ ഡ്രസ് കൊണ്ടുണ്ട്. சரி, அந்த ட்ரெஸ் லோடுக்குள்ள அதுக்குள்ள இங்க பீகரமான மயக்கு மருந்து MDMA அதுக்குள்ள கடத்தி இருக்கு. നോക്കി എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞ, നമുക്ക് ഈ തുണിയുടെ കച്ചവടം അല്ലാണ്ട് വേറെ പരിപാടി. ചുപ്ചാപ്പ് ആയിട്ടോ. ഞാൻ എന്ത് ചോദിക്കുന്നത് അതിന്റെ ആൻസർ പറയൂ. ഞാൻ പറയുന്നതാണ്. ശീതൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നൗ യു ആർ അണ്ടർ വെർച്വൽ അറസ്റ്റ്. നിങ്ങളെ ഞങ്ങൾ ഡൽഹി പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശീതലായിട്ടിനെ വെർച്വൽ അറസ്റ്റ് ചെയ്തേ. തുണിയുടെ പറഞ്ഞ മനസ്സിലാവുന്നു. തുണിയുടെ മറവിൽ ഇങ്ങ MDMA പാകിസ്ഥാൻ ടെററിസ്റ്റുക്ക് കടത്തി ഇருக்கு. നമ്മളതിന് പോയിട്ടില്ല അവിടേക്ക്, നമ്മളവിടുന്ന് കയറ്റി വിടുക. இங்க உங்களோட லோடு வந்ததுல ഞങ്ങൾക്ക് அந்த ஃபுல் MDMA கிடைச்சிருக்கு.
நீங்கள் எத்தனை வருஷமாயி இந்த பிசினஸ் பண்ற? സാറ് നമ്മളെ അച്ഛന്റെ കാലം മുതലുള്ള കടയാണ്. அப்ப அച്ഛன் இந்த பிசினஸ். அப்ப அച്ഛன் MDMA അതെ, അച്ഛൻ മരിച്ചൊരു കാലം കൂടെ ഞാൻ പറഞ്ഞേ. அப்ப நீங்கள் பாரம்பரியமாയിട്ട് MDMA ബിസിനസ് കൈമാറി വന്നിട്ട് ഇരിക്കുന്ന ആൾക്കാർ അല്ലേ? ഓ, ഇറ്റ്സ് ഹോറിബിൾ. അയ്യോ സാർ നോക്കി, ഞാൻ എനിക്ക് ദൈവസത്യം 25 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. നോക്കി നമ്മളങ്ങനത്തെ ഒരു തെറ്റ് किधर जा रहा है तुम? उधर बैठो. You are under arrest. Don't move at all. हाँ. സാർ ഒരു ഞാൻ ഒരു തെറ്റില്ല. நீங்கள் ஓகே, நீங்கள் നിരപരാധി ആയിരിക്കും. അതാണ് ഞാൻ നിരപരാധിയാണ്. അത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. शीतल, इधर हमको इधर मिला है MDMA मिला है. तुम्हारे लोट में MDMA है. അത് മനസ്സിലായി. പക്ഷെ ഞാൻ എന്റെ അല്ലത്. അതിനാൽ നിങ്ങൾ കുറ്റവാളി താൻ. സംഭവം ഇപ്പോ ജീവപര്യന്തം ആകുമ്പോ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ? അത് വേണ്ടി വരും, അതുറപ്പാ. കാലം പോയൊരു പോക്കേ. ഇപ്പൊ ഓൺലൈനിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനൊക്കെ എങ്ങനെ ആയിരിക്കും? എല്ലാം ഇപ്പൊ ഓൺലൈനിലല്ല പരിപാടി. സ്തുതിയെ ഒന്ന് ലെവലാവണ്ട. അവിടെ കുറച്ച് താത്ത് നടക്കേ എന്റെ ഭാഗം കുറച്ച് താത്ത്. സ്തുതിയെ സുഖതേട്ടെ കേരളം ഇറങ്ങൽ തന്നെയല്ലേ പണി. ലൈറ്റ് വേണ്ടത് എത്തിക്കാൻ അവിടെ കണ്ടാലേ ഒന്നിച്ചിട്ട് തന്നൂടത്. മറ്റോൻ അതിലേറെ ചാടയാ. ഓൻ ശിങ്കിടിയാന്ന് മൂപ്പരൻ. ആ അങ്ങനെ മതിയല്ലോ അല്ലേ? മുക്കിക്കാള്. നമ്മുടെ ചങ്ക് ശീതലിന്റെ കറ പരസ്യമുള്ള നിനക്ക് നീ എന്തുട്ടായി കാണിക്കണേ? കെട്ടാണ് അത് കയറ്റി കെട്ടാണ്. അല്ല മോളില് പോയി ഷോക്ക് അടിക്കും ചിലപ്പേ. നീ ഷോക്ക് അടിക്കാത്ത എനിക്ക് എന്തുട്ടാ? ഇത് താഴ്ത്തി കെട്ടിയല്ല, ഈ റോഡിലെ ചളിവെള്ളം ആ ബോർഡിലേക്ക് തെറിക്കില്ലേ? അത് പറ്റില്ല, കയറ്റി കെട്ടേ. ശീതളിന് എപ്പോഴും ഇടയ്ക്ക് പൊന്തി നിൽക്കണം, മോളില് നിൽക്കണം. ശീതളം എന്ന് പറഞ്ഞാൽ എന്റെ ചങ്കാണ്. ഞാൻ അവന് തമ്മിലുള്ള ബന്ധം എന്താ പറയുകയാണെങ്കിൽ മുപ്പര് ജയിലുണ്ടോ? എന്റെ ഈ ജീവൻ ഉണ്ടല്ല, എന്റെ ഈ ജീവൻ ശീതളം തന്ന ഞാനാണ്. ഞാനല്ലല്ലോ, ഞാനല്ല. എന്തുട്ടേ ധ്യാനം? ധ്യാനാണ്. ധ്യാനം അല്ലല്ലോ. അതെ, നിങ്ങൾ ദാനാണോ ഉദ്ദേശിച്ചത്? ദാനാണ്. തേറ്റികളുടെ പന്നി ദാനാണ്. എന്ത് ദാനം? അച്ഛനെ ഉണ്ടോ തൊണ്ടേ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ശീതളിന് കുട്ടിക്കാലത്ത് ഞങ്ങൾ അയലോക്കാരാണ്. അപ്പൊ ശീതളിന്റെ അമ്മ ശീതളിന് സന്ധ്യ നേരത്ത് ഉണക്കമീൻ വാങ്ങാൻ വിട്ട്, കൂട്ടിന് എന്നെയും വിട്ട്. ഞങ്ങൾ രണ്ടാളും മമ്മക്കാന്റെ കടയിൽ കയറി. ശീതളൻ മമ്മക്കാനോട് മാന്തള് ചോദിച്ചു. മമ്മക്ക മാന്തള് തൂക്കണ നേരത്ത് കണ്ണ് വെട്ടിച്ച് ഞാനൊരു എള്ളുണ്ട് എടുത്ത് വയലിട്ട്. ആ നേരത്ത് മമ്മക്ക തിരിഞ്ഞു നോക്കിയപ്പോ അറിയാണ്ടിരിക്കാൻ ഞാൻ ഉണ്ടാക്കിയതാണ്. എള്ളുണ്ട ചങ്കില കുടുങ്ങി. അല്ലോ ജീവൻ പോണത് ഇങ്ങനെ നേരിട്ട് കാണണ്. കണ്ണിങ്ങനെ തുറിച്ച് വേർത്ത് ഞാൻ ഇങ്ങനെ ഇപ്പൊ പൂന്നുള്ള സമയപ്പോ എന്റെ ചങ്ക് ശീതളൻ ആ ഉണക്കമീന അവിടെ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കടത്തിട്ട് ഒറ്റ അടിയാണ്. ഇതാ കിടക്കണ എള്ളുണ്ടാ. അല്ലെങ്കിൽ അന്ന് തീർന്നേനെ ഞാൻ. ആ ബന്ധാണ് കേറ്റി കെട്ടണ്ട്. വെള്ളുണ്ടൊക്കെ ശേഷം ഗോതമ്പുണ്ടി വന്നു. ഇത് കറക്റ്റ് അല്ലേ ഇപ്പൊ? ഈ പുറം പൊക്കണേ. ഇനി പൊക്കണോ? എന്ത് സൈഡ് ചെരിഞ്ഞിരിക്കണേ? കിട്ടിക്കോ. അറിഞ്ഞില്ലേ ശീതളോട് അറസ്റ്റ് ചെയ്ത്? എങ്ങനെ? എന്തിന്? എന്തോ ഒരു വെർച്വൽ അറസ്റ്റ്. എന്ത് കോപ്പാന്ന് എനിക്കറിയില്ല. എന്താ സുധിയെ വെർച്വൽ എന്ന് പറഞ്ഞാല്? അല്ലടാ, ഈ വെർച്വൽ എന്ന് പറഞ്ഞ പുതിയ SI ആണ്. മുട്ടയല്ലേ? അതുപോലെ CIAവും. CI അല്ല SI അല്ല, ആരായാലും ശരി ശീതളൊന്നും ചെയ്യില്ല. വേണ്ടിടുത്തേ ശീതളുടെ വീട്ടിലേക്ക് വിട്. അമേരിക്കയിലൊക്കെ ഇത് ആദ്യം ഉണ്ടായിട്ടുള്ളതാ വെർച്വൽ അറസ്റ്റാ. നാട്ടിലേത് ആദ്യമായിട്ടാ. അത് ഇവിടുത്തെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ട്.
എന്താണ് അല്ല, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വന്ന് കൂടി നിൽക്കണ? നിങ്ങൾ വെറുതെ കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടെ. ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇത് വെർച്വൽ അറസ്റ്റ് ആണ്. ഓൺലൈനിലൂടെ അവർ ക്വസ്റ്റ്യൻ ചെയ്യും, ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കും, അത്രേ ഉള്ളൂ. വന്നേക്കാണ് ഇവിടെ. നല്ലൊരു ആപത്ത് വന്നാൽ വിളിച്ച ഒരാളും ഉണ്ടാവില്ല. ചെല്ലി പോവാൻ നോക്ക്. അത് ഇവിടെ ആലോചിക്കേണ്ടത്. ചെല്ലി പോലീസ് വണ്ടി ഇവിടെ? എന്തൊരു കഷ്ടമാണ് ദൈവം ഇത്. പോലീസ് വണ്ടി ഇവിടെ? എവിടെ പോലീസ്? അവിടെ സീതളം കൊണ്ടയാ? എന്തറിഞ്ഞിട്ടാണ് സുധേരൻ ഈ പറയുന്നത്? സീതളിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ അലമ്പുണ്ടാക്കല്ലേന്ന്. ഇത് കൈവിട്ട കളിയാണ്. ഇത് ഇവിടുത്തെ ചില്ലറ കേസല്ല. ഡൽഹിയിൽ നിന്നാണ് പോലീസ് ഇടപെട്ടാണ്. കേരളത്തിലെ ആളിന് എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിൽ നിന്ന് പോലീസ് വന്നുകൊണ്ടൂടെ? സൂതേട്ട് ഇത് വെർച്വൽ അറസ്റ്റ് ആണെന്ന്. ഏത് അറസ്റ്റ്? 12 പ്രാവശ്യം ഞാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെ. ഇതുവരെ ഇങ്ങനെ ഒരു അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാര്യം പറയാം, നിങ്ങളൊക്കെ കൂടി കളിച്ച് അളിയന്റെ ജീവിതം കോഞ്ഞാട്ടേക്കല്ലേട്ടാ. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അത് ക്ലിയർ ആയിക്കോളും. പൊയ്ക്കോ. അത് നീ പറഞ്ഞ എങ്ങനെ ശരിയാവണത്? അപ്പൊ അതിന് ഇന്ന് വരെ പോലീസ് പിടിച്ചിട്ടുണ്ടാ? ഇല്ലല്ലോ. ഇത് അനുഭവ സമ്പത്തുള്ള ആളാണ് ഞാൻ. സൂതേരന് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ അളിയൻ ചെയ്ത തെറ്റി സൂതേരനാ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തോ. അവിടെ ചെന്ന് ചോദ്യം ചെയ്യുന്നത് എന്തുട്ട് നീ പറഞ്ഞ വേണ്ടുവെന്ന് ഏറ്റെടുക്കുന്നത്? എന്നാ സുഖദേട്ടൻ ഇടപെട, അവരോട് പോകാൻ പറ. നിങ്ങളൊക്കെ എന്തുട്ട് നോക്കിക്കണേ? എന്ത് ചെയ്യണം ഞങ്ങള്? സീതളിനെ വിളിക്കുന്നത്? ശീതളൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യണം ഓൺലൈനില്. എന്തുട്ട്? ഓൺലൈനിൽ ടിവിയില് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുന്ന ലാപ്ടോപ്പില്. അതിന് മറുപടി പറയട്ടെ അളിയൻ. നിരപരാധിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ചെയ്യില്ലേ? SI ഒന്നും വരൂലെന്ന് പറഞ്ഞില്ലേ? ഇതാദ്യമായിട്ടുള്ള ഒരു ഓൺലൈനില് എന്തൊരു ഇത്ര കാലമായിട്ട് എനിക്കിതൊന്നും അനുഭവില്ലേട്ടാ. ഇത് എനിക്ക് അനുഭവം ഉണ്ട്. അപ്പൊ വരുമ്പോഴല്ലേ അനുഭവിക്കണത്. റൂമിൽ നിന്ന് പുറത്തിറക്കണ്ട. ഇല്ല. പുറത്തിറക്കിയതല്ലേ? പിള്ളേരുടെ ഇവിടെ നോക്കിന്നോളാം.